രാജ്യത്ത് 2 ദിവസത്തിനുള്ളിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചേക്കും. വിലവർദ്ധന ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് കേന്ദ്ര സർക്കാർ സൂചന നൽകി. എണ്ണക്കമ്പനികളുടെ നഷ്ടം ആശങ്കയുണ്ടാക്കുന്നത് എന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. സ്കൂളുകൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം നടപടി തുടങ്ങി. എണ്ണക്കമ്പനികൾ പ്രതിദിനം 1000 കോടി രൂപ നഷ്ടം നേരിടുന്നുവെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പ്രതികരണം. ഇന്ധനക്ഷാമമില്ലാത്തതിനാൽ വിൽപ്പനയിൽ നിയന്ത്രണമുണ്ടാകില്ല. എന്നാൽ വിലവർദ്ധന ഉടൻ പ്രഖ്യാപിച്ചേക്കും. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 5 രൂപ വീതം വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. ഗാർഹിക ഉപയോഗത്തിനുള്ള LPG സിലിണ്ടറുകളുടെ വില 50 രൂപയും കൂട്ടിയേക്കും. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. ഊർജ്ജ മേഖലകളിൽ പര്യവേക്ഷണം ചെയ്യുന്ന കമ്പനികളുടെ ചെലവ് ചുരുക്കും. ഇതിനായി റോയൽറ്റി നിരക്കുകൾ വെട്ടിക്കുറച്ചു. സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ് നടത്തണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രാലയം യോഗം വിളിച്ചു. സ്കൂളുകൾ തൽക്കാലം ഭാഗികമായി ഓൺലൈനാക്കുന്നത് പരിഗണനയിലുണ്ട്. രാജ്യത്ത് LPGയുടെ ആവശ്യകത പ്രതിദിനം 90,000 മെട്രിക് ടണ്ണിൽ നിന്ന് 75,000 മെട്രിക് ടണ്ണിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര ഉൽപാദനം പ്രതിദിനം 54,000 മെട്രിക് ടണ്ണിലേക്ക് വർദ്ധിച്ചതായും കേന്ദ്രം അറിയിച്ചു. റിപ്പോർട്ടർ, ദില്ലി.